വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതൻ്റെ മകളുടെ കല്യാണം നടക്കുകയാണല്ലോ. ഈ വിവാഹത്തിന് പഞ്ചായത്തിലെ മുഴുവൻ നാനാജാതി മതസ്ഥരെയും അദ്ദേഹം ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ചെത്തുന്നവർക്കെല്ലാം പുതിയിടം സത്യശീലൻ തീരുമാനിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ് സുഗതൻ പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പ്രസിഡന്റും മകനും തമ്മിൽ ഉഗ്രമായ തർക്കം നടക്കുകയെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇറച്ചി കൊടുക്കണമെന്ന് മോനും പച്ചക്കറി കഴിച്ചാൽ മതിയെന്ന് പ്രസിഡന്റും നിലപാടിന്റെ ഭാഗമായി പച്ചക്കറി തന്നെ നടത്താൻ പുതിയിടം സത്യശീലനെ ചുമതലപ്പെടുത്തിയിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ജാതി വിവേചനം, ഒരു ജാതിയുടെ ഭക്ഷണം മറ്റു മുഴുവൻ ആളുകളും കഴിച്ചോളണം എന്ന് പറയുന്നത് തന്നെ നവോത്ഥാനത്തിന് എതിരായ ഒരു മെസ്സേജാണ് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് ഈ പ്രസിഡന്റിന്റെ വീട്ടിൽ നടക്കുന്ന മകളുടെ കല്യാണം ബഹിഷ്കരിച്ചുകൊണ്ട് ഇത്തരം നിലപാടുകൾക്കെതിരെ, ജാതി വിഭാഗീയതയ്ക്കെതിരെ ശക്തമായ താക്കീത് കൊടുക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇത് ഇപ്പൊ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടാലേ കാര്യങ്ങൾ തീരുമാനമായിക്കോളും. ആളുകൾ ഇതുമ്പോ തൂങ്ങിക്കോളും. ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് പറഞ്ഞാലേ നമ്മൾ ഈ പീഡിയത്തിനേൽ ഇരുന്നിട്ട് ഇതുപോലത്തെ നമ്പർ കാണിച്ചാലേ നമ്മളിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആളുകൾ അറിയുള്ളൂ. അല്ലെ പ്രസിഡന്റിന്റെ കല്യാണം മാത്രം ജനം അറിയും, നമ്മളറിയില്ല. ബിരിയാണിക്കെതിരെ പ്രതികരിക്കാൻ അങ്ങാട് പറക്കട്ടെ, അങ്ങാട് വിട്ടിട്ടുണ്ട് ആണല്ലേ. ആ ഇതുമ്മ തൂങ്ങിക്കോളും. അതെ, ഒരുത്തം തൂങ്ങിയതുമ്മ. നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ജാതി വിവേചനം, ഒരു ജാതിയുടെ ഭക്ഷണം മറ്റു മുഴുവൻ ആളുകളും കഴിച്ചോളണം എന്ന് പറയുന്നത് തന്നെ നവോത്ഥാനത്തിന് എതിരായ ഒരു മെസ്സേജാണ് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് ഈ പ്രസിഡന്റിന്റെ കല്യാണം ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മൾ ഇതിന് ശക്തമായ താക്കീത് നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അഭിപ്രായം ശരിയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബാക്കിയുള്ളവർക്ക് മുഴുവൻ എത്തിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം ഇത് നോക്കണം. നീ ഏത് നേരം ഫോണിൽ നോക്കണല്ലേ? ഇതൊന്നും കണ്ടില്ലേ നീ? എന്താണ് ഇതേതവൻ? ആദ്യം തൊട്ട് വീഡിയോ ഒന്ന് നോക്ക്. കാണാതെ എന്തൊക്കെ തെമ്മാരത്തിനാ പറയണത് നോക്ക്. അവിടെ കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ചെത്തുന്നവർക്കെല്ലാം പുതിയിടം സത്യശീലൻ തീരുമാനിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ് സുഗതൻ പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പ്രസിഡന്റും മകനും തമ്മിൽ ഉഗ്രമായ തർക്കം നടക്കുകയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്ത് ഇവനിവിടെ അവിടെ ഒക്കെ കാണാറുള്ള ഒരുത്തനാണുള്ളത്. ഇതെന്ത് ഇവനെന്താ പ്രശ്നം? അതാ ഞാൻ പറഞ്ഞു, ഇവനെന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണേ? ഇത് എങ്ങനെ ഇവനറിയണത് ഇതൊക്കെ ഈ കാര്യങ്ങള്? പറഞ്ഞിട്ട് അന്നോട്ട് അയച്ചെന്നോ? അവിടെ നിന്ന് വെച്ചെന്നാ? ഒന്നാമത് ഈ മറ്റേ ഇറച്ചിനും ഭക്ഷണത്തിന് തർക്കണ്ടായതൊക്കെ നീ എന്തിനാ നാട്ടുകാരോട് പറയാൻ പോയി? അച്ഛനെന്താ ഈ പറയണേ? ഞാൻ നാട്ടുകാരോട് പോയി പറയാൻ നിൽക്കണം. പിന്നെ അങ്ങനെ അറിഞ്ഞെന്ന് എനിക്കെങ്ങനെ അറിയുന്ന എന്നെ ഞാൻ ചോദിക്കണേ? എന്തൊരു കഷ്ടത്. ഇതിപ്പോ ഞാൻ പോയിട്ട് പറഞ്ഞാൽ മതിയായോ? വീട്ടിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായങ്ങൾ പറയുന്നല്ലാണ്ട് ഇതൊക്കെ നാട്ടുകാരോട് പോയി പറയാ ഞാൻ? അതെ, നീ അവനെ വിളിച്ചു പറയേ. അത് രാഷ്ട്രീയത്തിൽ എന്നോടുള്ള വൈരാഗ്യമുള്ള ആരെങ്കിലും ചെയ്താവെന്ന് പറ. ഇത് അങ്ങനെ തന്നെ. ഒന്നാമത്തെ കാര്യം, അന്ന് നമ്മൾ സംസാരിക്കുമ്പോ പിന്നെ പോയി പുതിയട ഉണ്ടായിരുന്നു. ഇനി അയാൾ എവിടെയും പോയി പറയൂ? അയാൾ പച്ചക്കറി വെക്കണതിനെതിരല്ലേ ഈ പ്രശ്നം പറയണത്. അപ്പൊ പിന്നെ അയാൾ ഇതിന് നിൽക്കുവോ? അല്ല, ഇത് എങ്ങനെ അറിഞ്ഞെന്നുള്ള ഞാൻ ചോദിക്കണത്. കാര്യം പറഞ്ഞാൽ പ്യാരി ഉടായിപ്പാണെങ്കിൽ ഈ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട്, വാസ്തവമുള്ള കാര്യമാണ് പ്യാരി പറഞ്ഞത്. പ്യാരി ഇട്ട വീഡിയോ കറക്റ്റാണ്. അതെ, അതുകൊണ്ടാ അത് എല്ലാരും കാണണത്. ഇന്നത്തെ ചെറുപ്പാരൊക്കെ ബീഫ് ഇല്ലാണ്ടും ചിക്കൻ കാലൊക്കെ ഇല്ലാണ്ട് അവരെങ്ങനെ കഴിക്കണം? അയാൾ ചെല്ലുന്ന വീട്ടിൽ നിന്നെല്ലാം 5 പൈസ തൊട്ട് വീട്ടുകാർക്ക് കൊടുക്കുന്നു. എന്താണ് രാഘവട്ടെ, എന്താ കഴിച്ച പ്യാരിട്ട വീഡിയോ കണ്ടില്ലേ? അവൻ പറഞ്ഞ കറക്റ്റ് കാര്യല്ലേ? അതാണ് അതിനെ കുറിച്ച് വേണ്ടാത്ത പറഞ്ഞിട്ടുണ്ടാക്കില്ലേ? എന്ത് വേണ്ടാത്തത്? ഇതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. എല്ലാരും പറഞ്ഞ അപ്പ വേണ്ടാത്ത
എന്തെങ്കിലും പറഞ്ഞ ഓൻ വരുന്ന ആളാവാൻ വേണ്ടിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടിയല്ലേ? അങ്ങനെ പറയല്ല മാഷേ, അതൊരു ഇത് ശരിയല്ല. ഓനത് ഒരു വസ്തുതയാന്ന് ഓനാ വസ്തുതയില്ല. നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾ ഒരു കല്യാണത്തിന് ക്ഷണിച്ചാൽ അയാൾ വീട്ടിൽ നിന്ന് നമുക്ക് എന്ത് തരുന്നോ അത് തിന്നിട്ട് ഇങ്ങോട്ട് പോരുക. വരുന്നവരുടെ സംതൃപ്തി നോക്കണ്ടേ? പ്രായോഗികമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു കല്യാണത്തിന് ഒരു വീട്ടിലേക്ക് ആളെ ഒരു 10,000-5,000 ആൾക്കാർ കല്യാണത്തിന് വരും. ഈ 3,500 ആൾക്കാർക്ക് നോൺ വെജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണത്. പിന്നെ ഈ സദ്യ വിളമ്പണ അതിലും വലിയ ബുദ്ധിമുട്ട്. 18 തരം കറി, ഈ പാവക്ക അരിച്ചേണ്ട കൈപ്പള്ള കറി, അങ്ങനെ ഒരു 10-18 കറി. നോൺ വെജ് കൊടുക്കാന്ന് പറഞ്ഞേ, ഇപ്പൊ ചിക്കൻ ആണ് കൊടുക്കണത്. നിങ്ങൾ ചിക്കൻ കുട്ടികൾ, നിങ്ങൾക്ക് ബീഫ് അവിടെ കിട്ടുമോ? അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാല്ല. പച്ചക്കറി, വെജിറ്റബിൾ എല്ലാം ഉണ്ടാക്കി വെക്കുക. ആ പ്യാരിജാതന്റെ വാക്കും കേട്ടിട്ട് അതിന് പോലെ കുടി പഠിക്കാൻ നിങ്ങൾ നിൽക്കണ്ട. അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതേട്ടന്റെ മോളെ കല്യാണ, നമ്മളെ കല്യാണത്തിന് വിളിച്ച് അടച്ചിട്ട് മൂപ്പർ എന്താണോ തരുന്നത് അത് തിന്നിട്ട് ഇങ്ങോട്ട് പോരുക. അല്ലാണ്ട് അവിടെ പോയിട്ട് എനിക്ക് ചിക്കൻ വേണം, ബീഫ് വേണം, ഓന് മറ്റേത് വേണം, ഓന് താറാവർച്ചി വേണം എന്നൊന്ന് പറയാൻ മാത്രം അങ്ങനെ പറയരുത്. നമ്മുടെ പിള്ളേരൊന്നും ഇപ്പൊ ഈ ബീഫ് ഒന്നും ഇല്ലാണ്ട് കഴിക്കല ചേട്ടാ. ഈ ചിക്കനൊക്കെ ഒന്ന് അടിച്ചു കഴിക്കണേ. അല്ലാണ്ട് അല്ലെങ്കിൽ വിളിക്കണ ഇവ പച്ചക്കറി കൂട്ടി മുരിങ്ങാക്കോല് കഴിക്കോടാ. നീ അവനറിയാൻ പാടില്ല മുരിങ്ങാക്കോല. കല്യാണം വരുന്നുണ്ട്, അവിടെ ചോദിക്കും ആൾക്കാരാ കൊടുക്കണ്ടേ. ഇല്ലില്ല, അതൊക്കെ കറക്റ്റ് സമയത്ത് നടക്കും. എന്തിനാ കല്യാണം മാറ്റി വെക്കണേ? അല്ല, അതിപ്പോ ഈ പറയണോന്നൊന്നും അറിയണ്ടല്ലോ നമ്മുടെ വിഷമങ്ങളൊന്നും. ഇത് പെൺകുട്ടിയുടെ കല്യാണം. അതെ, ഓക്കെ. കല്യാണം മാറ്റി വെക്കണ്ടോന്നൊക്കെ ആൾക്കാർക്ക് അതിന്റെ മുകളിൽ ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, രാഷ്ട്രീയ നേതാവല്ലേ, എന്താ അവര് മനുഷ്യരല്ലേ, അവർക്ക് മക്കളുണ്ടാവില്ലേ? ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടും വിഷമൊന്നും ഇവർക്ക് അറിയണ്ടല്ലോ. ഇത് ഏത് ഒരുത്തൻ എന്തോ ചെയ്തതിന് എന്തിനു നമ്മളിങ്ങനെ കിടന്നതാവണേ? എടാ, ഒരുത്തൻ അങ്ങനെ ഇറങ്ങി എന്തെങ്കിലും വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞാൽ അത് കേട്ടിട്ട് അതിനെ ന്യായീകരിച്ച് കുറേ എണ്ണം പിന്നാലെ നടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈവ് നമ്മൾ വിടുക നല്ലത്. ഞാൻ വീഡിയോ എടുത്തരാം, അച്ഛന്ന് പറയൂ, ഞാൻ എടുത്തോളാം. എന്നാ നീ എൻ്റെ കൂടെ ഇരിക്കും. എന്നാ നീ എടുക്കും, ഞാൻ എടുക്കാം. ഞങ്ങള് ഇതിലെടുക്കട്ടെ ഏട്ടാ? എന്നാ അതിലെടുത്തു. നമുക്ക് പറയാനുള്ളത് എന്നെ പറഞ്ഞു. എടുക്കട്ടെ? എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, എൻ്റെ സഹോദരി മണ്ടോദരിയുടെ വിവാഹ സദ്യയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിൽ ഒരു തീരുമാനം എടുക്കുന്നത് അച്ഛനാണ്. അച്ഛൻ്റെ അവസാന തീരുമാനം എന്താണോ അതിനോട് യോജിച്ചു പോലാണ് ഞങ്ങൾ സാധാരണ പതിവ്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങൾക്കും പുതിയിടം സത്യശീലനാണ് വിഭവങ്ങൾ ഒരുക്കാറുള്ളത്. എൻ്റെ മോളുടെ കല്യാണത്തിന് വരുന്നവർക്ക് നല്ലൊരു സദ്യ ഒരുക്കി കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അതിന് നല്ലൊരു പാചകക്കാരനെ കണ്ടെത്തി. അല്ലാതെ അയാളുടെ ജാതി മതമൊന്നും ഞങ്ങൾ നോക്കിയില്ല. അനാവശ്യമായിട്ട് ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് എൻ്റെ കുട്ടിയുടെ ജീവിതം പാഴാക്കരുത്. ഞങ്ങളുടെ കുടുംബം ഞങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്തവരാണ് ഈ വിവാദങ്ങളൊക്കെ പടച്ചുവിടുന്നത്. അത് കേട്ടിട്ട് നിങ്ങൾ ആരും വിവാഹത്തിന് വരാതിരിക്കരുത്. മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ തിരിച്ചറിയണം. ഒരു സദ്യയിൽ പോലും ഇങ്ങനെ വേർതിരിവ് കണ്ട് വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയണം. ശരിക്കും പറഞ്ഞാല് അവരൊക്കെ ശരിക്കും ചാണകമൊക്കെ ചൂലോണ്ടടിക്കേണ്ടതാണ്. അത്ര സങ്കടമുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ എല്ലാവരും കല്യാണത്തിന് വരണം. മറിമായം